അതിനും വേണ്ടും പ്രശ്നങ്ങളാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് നേതാക്കൾ, ഞങ്ങൾ ഈ അണികൾ ഈ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പത്മകുമാറും അവരൊന്നും സർക്കാരുമായിട്ട് ബന്ധമുള്ളവരല്ലേ ഈ പത്മകുമാർ? ഇല്ല ഇല്ല, കടം മേടിച്ചായിരിക്കും പോണത്. അതല്ലേ അവര് കൈയിട്ട് വാരി തിന്നേക്കണത്. CPM-ന്റെ ബന്ധപ്പെട്ട ആരും ഇപ്പൊ ജയിലിൽ? അത് പിന്നെ അവര് സത്യസന്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അയ്യപ്പനെ ഇങ്ങനെ അയ്യപ്പന്റെ മുതൽ കട്ട് കഴിഞ്ഞാ സമ്മതിക്കും. ശബരിമല വിഷയം സർക്കാരിനെ ബാധിക്കുമെന്നാണ് ചോദ്യം. ഉറപ്പായിട്ടും ബാധിക്കും. ഏതൊക്കെ തലങ്ങളിൽ ബാധിക്കും? എല്ലാ സഹകന്മാരെല്ലാം ജയിലിൽ കിടക്കണം. മന്ത്രിമാരെന്ത് ന്യായീകരിച്ചിട്ടും കാര്യമില്ല. മന്ത്രിമാരിപ്പോൾ കോൺഗ്രസ് ആണ് ഇതാണെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. അതൊക്കെ വേറെ ബാലിശമായ ഇതാണ്. ഉറപ്പായിട്ടും ബാധിക്കും. അല്ല, അത് അപ്പൊ മറ്റുള്ളവരുടെ പേരും പറയുന്നുണ്ടല്ലോ അവര്. അവരുടെ പേര് അത് ഇപ്പൊ എതിരായിട്ട് അവർക്കെതിരായിട്ട് വരുമ്പോൾ അവർ പിന്നെ പറയൂലോ, ഓട്ടോമാറ്റിക്കായിട്ട് പറയും. ശരിക്കും നടപടി എടുക്കണ്ടല്ലേ ഉള്ളിൽ കിടക്കുന്നവർക്ക്? ഉള്ളിൽ കിടക്കുന്നവർക്കെതിരെ അയ്യന്മാർ ചെറുവരൊക്കെ അനക്കിയിട്ടില്ലല്ലോ. അറിയാവുന്ന കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ നടപടി എടുത്തു കഴിഞ്ഞാൽ അടുത്ത ആളുടെ പേര് പറയും അവർ. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോകും. അത് ബാധിക്കണ ലക്ഷണമാണ്. കാരണം പൊതുവെ അഭിപ്രായ വ്യത്യാസമാണ്. അത് എല്ലാവർക്കും അതിൽ പങ്കെടുന്നുണ്ടെന്നുള്ളതാണ് പൊതുവെ അഭിപ്രായം. പിന്നെ അത് പറയാൻ പറ്റിയല്ല, പൊതുജനം പല വിധമല്ലേ. അവർക്ക് ഇപ്പൊ കൈ കഴുകിയിട്ട് കാര്യമില്ല. അവര് അറിഞ്ഞില്ല കേട്ടില്ലെന്ന് പറഞ്ഞാൽ അവർ ഉത്തരവാദിത്തപ്പെട്ടവര് ആണല്ല. അവര് അറിഞ്ഞില്ല എന്ന് പറയണത് ശരിയല്ല. പിന്നെ ദേവസ്വം ബോർഡിന്റെ ആൾക്കാർ തന്നെയല്ല, അല്ലാതെ എന്തും അവർക്ക് അതിൽ പങ്കുണ്ട്. അവരവര് കൂട്ട് നിന്നിട്ടുണ്ട്. അവര് അതിൽ പങ്കുപറ്റിയിട്ടില്ലെങ്കിലും ഉണ്ടല്ല, കണ്ണടച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ എത്ര ഇത് പരിഹാലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. നമ്മൾ ഈ ചാനലിൽ കേൾക്കണ അതിൻ്റെ അടിസ്ഥാനം വെച്ച് തന്നെ ഞാൻ പറയണതാണ്. ബാധിക്കും, ശരിക്കും ബാധിക്കും. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കും. അറസ്റ്റിലായതുകൊണ്ടാണോ CPM നേതാക്കൾ? അല്ല, അറസ്റ്റിലായതുകൊണ്ടല്ല. ഈ കൊറോണ സമയത്താണല്ലോ ഇവർ അവിടെ കൊള്ളയടിച്ചത്. അത് ഈ പറഞ്ഞ ഞാൻ ഇടതുപക്ഷ ഒരു ചിന്താധികാരനാണ്. അപ്പോൾ ഇത് ബാധിക്കും. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് തന്നെ ഈ ഇടതുപക്ഷത്തിന് കാര്യമായ അടിയുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഈ സ്വർണത്തിൻ്റെത് ശരിയായ നടപടിയായില്ല. അവരെ ശരിക്ക് ശിക്ഷിക്കേണ്ടിയിരുന്നു. അങ്ങനെ പുറത്താക്കേണ്ട ഒരു രീതി ചെയ്തില്ല. അത് ശരിയായില്ല. വിശ്വാസികളൊക്കെ എതിരായിട്ട് വരും. അപ്പോൾ എത്രത്തോളം അത് തിരിച്ചടിയായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇടതുപക്ഷത്തിന്. ഞങ്ങൾ ഇടതുപക്ഷമാണ് ഞാൻ പറഞ്ഞ. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയണം. അങ്ങനെ തെറ്റാണ് ഇത് തെറ്റെല്ലാം മൂടി വെച്ചുകൊണ്ട് ശരിയെന്ന് മാത്രമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തെറ്റുണ്ട് ഒരു ഭാഗത്ത്. നമ്മളത് കാരണം നിരാശരാണ്. ഈ ഇടതുപക്ഷത്ത് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇനി നമുക്കൊരു ഇപ്പോൾ ഒരു നാണക്കേട് തോന്നിയാണ്. ഇപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ ഇടതുപക്ഷ പ്രവർത്തകരാണെന്ന് പറയാൻ നമുക്ക് നാണക്കേട്. അതിനും വേണ്ടും പ്രശ്നങ്ങളാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് നേതാക്കൾ, ഞങ്ങൾ ഈ അണികൾ ഈ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ ഒരു പ്രസ്ഥാനമായിരുന്നു. അത് പോയി. ഇപ്പം കുറേ പണക്കാരുടെ അല്ല ഒരു പുസ്തക മുതലാളിമാരുടെ ഒരു കൂട്ടത്തിലേക്ക് മാറുകയാണ്. ആ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് തിരിച്ചടിയായിട്ട് വരുന്നത്. ചേട്ടൻ്റെ അഭിപ്രായം എന്താ? ശബരിമലയിലെ സ്വർണ്ണ മോഷണം സർക്കാരിനെ ബാധിക്കുമോ? ബാധിക്കുമല്ലോ. എങ്ങനെ ബാധിക്കും? അവരുടെ കീഴിലല്ലേ അത് നടത്തിക്കൊണ്ട് പോകണത്. മറ്റുള്ള മേൽനോട്ടക്കാരെ അത് ശ്രദ്ധിക്കാണ്ടല്ലേ മോഷണമായിട്ട്. ഇപ്പൊ അവര് മറ്റുള്ളവരുടെ പേരും പറയുന്നുണ്ട്. അവര് മെയിനായിട്ട് ഈ ശാന്തിമാരല്ലേ അത് നോക്കണ്ട്. അവരെല്ലാം അതിൻ്റെ അകത്ത് ഉള്ള കൈകാര്യമൊക്കെ ചെയ്യണം. അകത്തായ നേതാക്കന്മാർക്കെതിരെ നടപടി എടുത്തില്ല. നടപടി എടുക്കണം, നല്ലത് ശരിയാവുള്ളൂ. അത് ഭഗവാന്റെ നാടും പോയി കട്ടണ്ട് പോയിട്ട് വലിയ കാര്യമുണ്ട്. അതുകൊണ്ടൊന്നും നേടാനും മുകളിൽ നേട്ടം ഉണ്ടാകിയല്ലോ. ഭഗവാനായിട്ട് കഴിഞ്ഞാൽ അത് ദോഷം മാത്രമേ വരുള്ളൂ. ഭഗവാന്റെ നാടും അത് ഒരാളും അങ്ങനെ തെറ്റ് ചെയ്യാൻ പാടില്ല. പുള്ളി പറഞ്ഞ അഭിപ്രായം തന്നെ ഉണ്ട്. വേറെ അഭിപ്രായമൊന്നുമില്ല. ഇപ്പം തന്നെ നമുക്ക് ദുരന്തങ്ങൾ മാത്രമേ ഉള്ളൂ. ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങൾ. ആ ഒരു ദുരന്തം തുടങ്ങിയിട്ട് ദുരന്തം മാത്രമേ ഉള്ളൂ നമുക്ക് കൊല്ലത്തിൽ. എങ്ങനെ ഒരു ദുരന്തം വരും? തെറ്റാണ് കാണിച്ചേക്കണം. ഈ കളവ് നടന്നേക്കണം. അങ്ങനെയല്ലേ അവർ കൂടെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. ഇത് സ്വർണ്ണമോഷണം തന്നെ ഒരു തിരിച്ചടി ആവുമോ തെരഞ്ഞെടുപ്പിൽ? തിരിച്ചടി വരും, വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഈ ശബരിമല വിഷയം തന്നെയാണ് നമ്മുടെ വിഷയം. സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ ഇത്? സർക്കാരിന് ബാധിക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. കാരണം അവരുടെ ഭരണ സമയത്തല്ല ഇത് നടന്നേക്കണത്. 2019 ഇത് പരിപാടി നടന്നേക്കണത്. കോൺഗ്രസ് ഭരിച്ചിട്ടിരിക്കാൻ നേരത്ത് അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ 2019 ഈ പരിപാടി എല്ലാം അവർ ആസൂത്രണം ചെയ്ത്. ഇത് എല്ലാത്തിലും പ്രശ്നങ്ങൾ തന്നെയല്ല, എവിടെയും പ്രശ്നമാണ്.
കോൺഗ്രസ്സുകാരുടെ കുറെ പേരൊക്കെ പറയുന്നുണ്ട് അവര്. അത് ചിലപ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എൻ്റെ അടൂർ പ്രകാശിൻ്റെ കാര്യമല്ലേ, അടൂർ പ്രകാശിൻ്റെ കാര്യവും പറയണേ അവർ അടുത്തുള്ള ആൾക്കാരാണെന്നൊക്കെ പറയണം. നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ നേതാക്കന്മാർക്കെതിരെ നടപടി എടുക്കേണ്ടതല്ലേ അകത്തായവർക്കെതിരെ? തീർച്ചയായും എടുക്കണം. കാരണം ഒന്നാമത്തുണ്ടെങ്കിൽ ഭക്തി ജനങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനം ഉണ്ടാക്കുന്ന സ്ഥലവും ശബരിമല. ശബരിമല എന്ന് പറഞ്ഞാൽ തൊട്ട് കളിക്കാൻ പാടില്ല. അപ്പോൾ ഇതേപോലെ ഒരുപാട് സ്ഥലത്തു നിന്ന് ഈ കള്ളന്മാരല്ലേ എല്ലാ അമ്പലങ്ങളും കൊള്ളയടിച്ചിട്ട് പോണേ. അമ്പല കൊള്ള തന്നെയാണോ? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, എല്ലാം പ്രശ്നങ്ങളാണ്. ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത് അയ്യപ്പൻ തന്നെ കൊടുത്ത പണിയാണെന്ന് തോന്നുന്നു. തീർച്ചയായും കൊടുക്കും. ഇനിയും ചിലവർ അറസ്റ്റിലാവാനുണ്ടോ പ്രമുഖർ? ഉണ്ട്, അറസ്റ്റിലാകുകയും ചെയ്യും. ഈ സർക്കാരാണ് ഏറ്റവും വലിയ പ്രശ്നം. എവിടെയും കാര്യങ്ങൾ കുഴഞ്ഞു കിടക്കണം, എല്ലാ സ്ഥലത്തും. ഏതാണ് നന്നായിരിക്കണം? പോലീസ് കസ്റ്റഡി മരണം എല്ലാം കൊണ്ടും പ്രശ്നങ്ങളാണ്. ജനങ്ങൾ വെറുത്തുപോയി. ഇനിയിപ്പോൾ ഈ അധികാരത്തിൽ വരുമെന്ന് അവർ മോഹിക്കേണ്ട, അതായത് വരാൻ സാധ്യത കുറവാണ്. സർക്കാരല്ലേ കട്ടെടുത്തേക്കണം, പിന്നെ ഇനി സർക്കാർ ഭരിക്കണവരല്ലേ എടുത്തേക്കണത്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഇത് എല്ലാവരും ഉണ്ടോ അല്ല ഇപ്പോഴത്തെ സർക്കാർ മാത്രം? കഷ്ടപ്പെട്ടാണ് 10 രൂപ ഉണ്ടാക്കി കൊണ്ടുപോയി പോണത്, അമ്പലത്തിൽ പോണത്. എന്ത് ചിലപ്പോൾ കടം മേടിച്ചായിരിക്കും പോണത്. അതല്ലേ അവർ കൈയിട്ട് വാരി തിന്നേക്കണത്. ഞങ്ങളൊക്കെ അതല്ലേ പറയാനുള്ളൂ. ഈ സ്വർണ്ണോലം പോയവര് എന്തായാലും ശിക്ഷിക്കപ്പെടണം തന്നെയാണ് ഞങ്ങൾ പറയണത്. അത് ഭഗവാൻ എന്തായാലും അത് കണ്ടുപിടിച്ചില്ല. ഭഗവാൻ ഒരു കാണിച്ചു തന്നാണത്. ഇങ്ങനെ ഇത്രയും നാളെടുത്തിട്ട് ഭഗവാൻ കാണിച്ചത് തന്നെയാണത്. അപ്പൊ എന്തായാലും അത് കണ്ടുപിടിക്കണം തന്നെയാണ് ഞങ്ങൾ പറയണത്. എല്ലാരും ഉള്ളിൽ പോകുന്നതന്നെ ശരിക്കും കഷ്ടപ്പെട്ടാണ് ഞങ്ങളൊക്കെ കൊണ്ട് 10 രൂപ കൊടുക്കണത്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ചുവന്ന് നടക്കണ കാണാനോ കഷ്ടപ്പെട്ടല്ലേ പോണം. അപ്പൊ എവിടെയെങ്കിലും കാണാൻ അമ്പലത്തിൽ 10 രൂപ ഇടണേ എന്താണ്? നമ്മൾ അവരോട് വിശ്വാസമുള്ളത് കൊണ്ടാണ്. അവിടെ നിന്ന് കൈയിട്ട് വാരത്തിനുള്ളവരെ ശിക്ഷിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും അതെ. അത് ഈ സർക്കാരിന് ബാധിക്കില്ല. അത് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ സമയത്തുണ്ടായ വിഷയമാണത്. അങ്ങനെയാണ് കുടിമരം മാറ്റിയ ഉണ്ടായ വിഷയമാണ്. ഈ സർക്കാരിൻ്റെ കുഴപ്പമല്ലത്. അതെ. അപ്പൊ അറസ്റ്റിലായവര് പിന്നെ ഈ സർക്കാരുമായിട്ട് ബന്ധമുള്ളവരല്ല. അല്ല, പത്മകുമാറും അവരൊന്നും സർക്കാരുമായിട്ട് ബന്ധമുള്ളവരല്ലേ? ഈ പത്മകുമാർ ഇല്ല. CPM-ന്റെ ബന്ധപ്പെട്ട ആരും ഇപ്പൊ ജയിലിൽ? അത് പിന്നെ അവര് സത്യസന്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല. CPM-ന്റെ നേതാക്കന്മാർ ഇപ്പോൾ ജയിലിലുള്ളവരും മോഷ്ടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത് ഉറപ്പാണ്. ആ പത്രങ്ങളിലൂടെയുള്ള ഉറപ്പാണ്. സർക്കാരിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മോഷണം നടത്തിയത് ശരിയായില്ല എന്നാണ് പറയുന്നത്. അയ്യപ്പൻ അങ്ങനെ വിടില്ല. വിശ്വാസിയാണോ? ഞാൻ വിശ്വാസിയാണ്. എന്തായാലും അയ്യപ്പൻ വെറുതെ ഇരിക്കില്ല. അയ്യപ്പനെ ഇങ്ങനെ അയ്യപ്പന്റെ മുതൽ കട്ട് കഴിഞ്ഞാൽ സമ്മതിക്കും. ഇപ്പോൾ കിട്ടുന്ന പ്രതികളെയൊക്കെ പല പാർട്ടിയിലായിട്ടും, കോൺഗ്രസ് പാർട്ടിയിലായിട്ടും പഴയ CPM-ന്റെ നേതാക്കന്മാരെ പെടുത്താനുള്ള ശ്രമത്തിലും നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇത് യാതൊരു പങ്കില്ല, ഗവൺമെന്റിനും പങ്കില്ല. മുഖ്യമന്ത്രിക്ക് വീഴ്ച പറ്റിയിട്ടില്ല. ഇത് ദേവസ്വം ബോർഡല്ലേ ഇത് കൈകാര്യം ചെയ്യണം. ഗവൺമെന്റ് നോമിനി ചെയ്യുന്ന കാര്യങ്ങളാണ്. ദേവസ്വം മന്ത്രിക്ക് വീഴ്ച പറ്റിയോ? അപ്പോൾ ദേവസ്വം മന്ത്രിക്കും വീഴ്ച പറ്റിയിട്ടില്ല. അവരെക്കാൾ മുമ്പിലുള്ള ആൾക്കാരാണ് ഈ ശബരിമലയിലെ തന്ത്രികളും മുമ്പന്തിയിലുള്ളവരും. അവരറിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത്. നമ്മളങ്ങനെ വിശ്വസിക്കണോളൂ. ഇപ്പം നേരിട്ട് ഗവൺമെന്റ് എല്ലാം അന്വേഷണം വെച്ചേക്കണം. കോടതിയാണ്. കോടതിക്ക് പോലും സത്യം അറിയാൻ പറ്റുന്നില്ല. കോടതിക്ക് മേളിലാണ് BD സതീശങ്കർ എന്ന് പറയണത്. കോടതിയെ അംഗീകരിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടാവും ഈ ലോകത്ത്. നമുക്ക് ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ കോടതിയാണ് നമ്മൾ ഏകരക്ഷ. കോടതിൻ്റെ വഴിയിലാണ് അന്വേഷണം നടക്കണം. കാരണം സർക്കാരുകളെ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. അതിപ്പോ നമ്മളെന്ത് പറയാനാണ്? അതില് പല ആൾക്കാരും പല ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. മോഷണം നമുക്കറിയില്ലല്ലോ, മോഷണം ആരാ മോഷ്ടിച്ചെന്ന്. അതിനല്ലേ കണ്ടുപിടിക്കാൻ ആൾക്കാരുള്ളത്. അപ്പൊ അവര് പിടിക്കണം, കട്ടവനെ പിടിക്കണം. അല്ലാണ്ട് നമ്മളെന്ത് പറയാൻ? ആരെ ബാധിക്കും പറയാൻ ഇപ്പൊ പറ്റില്ല. ആരെ ബാധിക്കുമെന്ന് നമുക്കറിയില്ല. നമ്മൾ അന്നേപ്പിന് നടക്കണം. അവര് ചെയ്യുന്ന കാര്യങ്ങള് നമുക്കറിയില്ല. മോഷ്ടിച്ചത് ശരിയായില്ല. മോഷ്ടിച്ച ഒരിക്കലും ശരിയല്ല. ഭഗവാന്റെ മുതല് കട്ടവനെ പിടിക്കണം, എത്ര പറയാനുണ്ട്. ശിഷ്യം കൊടുക്കണം. അത് വെറുതെ കിട്ടിയതാണെന്നും പറഞ്ഞ് എടുത്തോണ്ട് പോയാൽ കാര്യം നടക്കുക. അതാണ് അതിന്റെ ഇത്. ഭഗവാന്റെ മുതല് കട്ടവും മരം പിടിക്കണം, അത്രേ ഉള്ളൂ. അത് തന്നെ അത്ര എല്ലാവർക്കും പറയാനുള്ളത്. കട്ടവനെ പിടിക്കുക. കട്ടതൊരിക്കലും ശരിയല്ല.